ഫസ്റ്റ് ഗൈസ് ഇത് ഷെയർ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്ന 5 അടിപൊളി ആപ്സാണ്. അപ്പോൾ ഈ ആപ്സിലേക്ക് പോകുന്നത് ലെറ്റ്സ് റോൾ ദ ഇൻട്രോ. നമ്മുടെ ഫസ്റ്റ് ആപ്പിൻ്റെ പേര് ഡാർക്ക് മോഡ് എന്നാണ്. അപ്പോൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാൻ ഡാർക്ക് മോഡ് തന്നെ കിട്ടാൻ വേണ്ടിയാണ്. അപ്പം ഇതിനകത്ത് 3 എണ്ണം ഉണ്ട്: ഡേ മോഡ്, നൈറ്റ് മോഡ്, ഡാർക്ക് മോഡ്, ആട്ടോ മോഡ്. അപ്പോൾ ഇതിനകത്ത് പ്ലേ സ്റ്റോറിൽ മാത്രമേ ഇതിൻ്റെ ഒരു ഇത് വന്നിട്ടുള്ളൂ, ഈ ഡാർക്ക് മോഡിൻ്റെ. വേറെ ഇനി അടുത്ത അപ്ഡേറ്റിലൊക്കെ എല്ലാ ആപ്പിലും വരുന്നതായിരിക്കും. ഇനി അടുത്ത ആപ്പിൻ്റെ പേര് ഫാസ്റ്റ് ഫൈൻഡർ എന്നാണ്. ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ആ ഒരു ഇത് ക്ലിക്ക് ചെയ്യുക, ആ ഒരു ആപ്പിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ മേളിൽ സെർച്ച് ബാർ വരും. ആ ഒരു സെർച്ചിനകത്ത് നമ്മൾ ഏതക്ഷരമാണോ അടിക്കുന്ന ആ അക്ഷരത്തിലുള്ള എല്ലാ ഇതുപോലെ കോൺടാക്റ്റ്, അതുപോലെയുള്ള ആപ്സ്, ഫയൽസ്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരും. അപ്പോൾ ഇങ്ങനെ ഒരു കൊച്ചു സെർച്ച് എഞ്ചിൻ എന്നൊക്കെ വിളിക്കാം. അപ്പം ഈ ഒരു ആപ്പ് അതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഏതൊരു അക്ഷരം അടിച്ചാലും അത് വരും. അടുത്ത ആപ്പിൻ്റെ പേര് സ്റ്റാറ്റസ് ബാറിലാണ്. ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ഫോണിൻ്റെ മേലെ ആ സ്റ്റാറ്റസ് ബാറിൽ ആനിമേറ്റഡ് ഗിഫും ആനിമേഷനും പിന്നെ അതുപോലുള്ള ഫോട്ടോസും ഒക്കെ നമുക്ക് ഈ ഒരു ആപ്പിൽ തന്നെയുള്ള ഫോട്ടോസൊക്കെ നമുക്ക് മേളിൽ കൊടുക്കുന്നതാണ്. ആരായാലും നോക്കിപ്പോകുന്ന രീതി അട്രാക്റ്റീവായിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു ഗിഫ് ഞാൻ സെലക്ട് ചെയ്യുന്നതാണ് വെച്ചാൽ, ഒരു ഗിഫ് സെലക്ട് ചെയ്തിട്ട് നേരെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ അപ്ലൈ കൊടുത്താൽ മതി. അപ്പോൾ അത് മേളിൽ വരും. ഇന്ന് നമ്മുടെ അടുത്ത ആപ്പിൻ്റെ പേര് പിക്സൽ ഫ്ലോ എന്നാണ്. ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇൻട്രോ ഒക്കെ മേക്ക് ചെയ്യാൻ. യൂട്യൂബ് ചാനലുള്ളവർക്കൊക്കെ വളരെ നല്ലൊരു ആപ്പാണെന്ന് ഞാൻ പറയും. പക്ഷേ ഇതിനൊരൊറ്റ പോരായ്മയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇവരുടെ ഒരു വാട്ടർമാർക്ക് കാണിക്കും ഇതിൻ്റെ അടിയിൽ. ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഒത്തിരി ടെംപ്ലേറ്റ്സ് ഉണ്ട്. ആ ഒരു ടെംപ്ലേറ്റ്സ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ പേര് അവിടെ അടിച്ചു കൊടുത്താൽ മതി. ആ പേര് അടിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് ആ ഒരു പേര് പ്ലേ കൊടുക്കുമ്പോൾ അതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ആ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നത് മതി. ഏതൊരു ടെംപ്ലേറ്റ് ആയാലും ഈ ഒരു ആപ്പിനകത്തൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിനകത്ത് കളറൊക്കെ ചേഞ്ച് ചെയ്യാം. അങ്ങനെയൊക്കെ ഒത്തിരി ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പം യൂട്യൂബ് ചാനലുള്ളവർക്കൊക്കെ ഈ ഒരു ആപ്പ് നല്ലതായിരിക്കും. നമ്മുടെ അടുത്ത ആപ്പിൻ്റെ പേരെന്ന് വെച്ചാൽ Hdqwalls എന്നാണ്. അപ്പോൾ ഈ ഒരു വാൾസിന് ഒത്തിരി വാൾപേപ്പറുണ്ട്. സൂപ്പർ ഹീറോസ്, അങ്ങനെയൊക്കെ ഒത്തിരി കാറ്റഗറി അല്ലാത്ത ഒത്തിരി വാൾപേപ്പേഴ്സ് ഉണ്ട്. പിന്നെ അതിനകത്ത് സെർച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ സെർച്ച് എന്ന് പറഞ്ഞതിനകത്ത് ഞാനിപ്പോൾ മാർഷ്മെല്ലോന്ന് അടിക്കുകയാണ്. പിന്നെ അത് മാർഷ്മെല്ലോയുടെ എല്ലാ വാൾപേപ്പേഴ്സും വരുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ വാൾപേപ്പേഴ്സും വരുന്നതായിരിക്കും. ഡെയിലി അപ്ഡേറ്റഡ് ആവുന്ന ഒരു വാൾപേപ്പർ ആപ്പ് തന്നെയാണ്. എന്നും പല പുതിയ ഫോട്ടോസ് ഇതിനകത്ത് അപ്ഡേറ്റ് ആവുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് പോപ്പുലർ, ലേറ്റസ്റ്റ്, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒത്തിരി കാറ്റഗറീസ് ഉണ്ട്. സൂപ്പർ ഹീറോ, നാച്ചുറൽ, മിനിമം, അങ്ങനെയൊക്കെ ഒത്തിരി കാറ്റഗറീസൊക്കെ ഉണ്ട്. ആ ഒരു കാറ്റഗറീസ് നമുക്ക് വേണ്ട ഏത് ഇതാണോ ആ ഒരു സാധനമൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ വേറെ ലുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യുന്ന നല്ലൊരു ലുക്ക് തന്നെ തരുന്ന വാൾപേപ്പേഴ്സാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ കാണുന്നവർ ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് പീസ് ഔട്ട്.